ചെന്ന് കഴിയുമ്പോഴാണ് പറയുന്നത്, അല്ലെങ്കിൽ മനു തങ്കമ്മ ചെന്ന് കഴിയുമ്പോഴാണ് തങ്കമ്മ വിളിക്കുമ്പോഴാണ്, ചേട്ടാ ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അടങ്ങി ഒതുങ്ങി ജോലി ചെയ്ത് സാലറി വീട്ടിൽ അയച്ചു കൊടുത്ത് പന്തയം ചൊല്ലി ഞാൻ ഇരിക്കുന്ന ഒരാളാണെന്ന് പറയും. പിന്നെ എന്തിനാണ് നാറികളെ കുത്തിയിരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ സ്വന്തം അപ്പച്ചനും അമ്മച്ചയ്ക്ക് ബോണ്ടാർമിൻ മിറ ലോറി വാൻ അണ്ണാക്കി കൊടുത്ത് ഉറക്കിയിട്ട് നീയൊക്കെ കൂടി ഗ്രൂപ്പ് കോൾ ചെയ്ത് കോൾമയിര് കൊള്ളുമ്പോൾ സ്വന്തമായിട്ടിരുന്ന് ഉണ്ടാക്കിയാൽ പോരെ. ബാക്കി ഈ വീഡിയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ എനിക്കെതിരെ എന്ത് MYRE വന്നാലും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമില്ല. കാരണം ഇങ്ങനെയുള്ള തുത്തുരു പക്ഷികൾ കാരണം നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുന്ന എനിക്ക് ഞാൻ മാറി നിന്ന് ആരും കാണാതെ കണ്ണുനീർ കരഞ്ഞു തീർത്ത ദിവസങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിൽ എൻ്റെ ഭാഗത്തൊരു ന്യായമുണ്ട് എന്നത് സുവ്യക്തം. ഇവിടെ കുറേ തുത്തുരു പക്ഷിയുണ്ട്. വൻ സ്രാവുകളായിട്ടുള്ള തുത്തുരു പക്ഷികൾ ഇസ്രയേലിലുണ്ട്. നാട്ടിൽ നിന്ന് പ്രാരാബ്ദവും ആ പ്രാരാബ്ദം ഉൾപ്പെടെ ബാങ്കിൽ പണയം വെച്ചുകൊണ്ട് എങ്ങനെയും ഇസ്രയേൽ വന്നാൽ മതി, ഒരു വീട്ടിൽ ജോലി കിട്ടിയാൽ മതി എന്ന് പറയുന്നവർ 2, 3, 4 മാസം കഴിയുമ്പോൾ പിന്നീട് സൂര്യപ്രകാശം അടിക്കാതെ അല്ലെങ്കിൽ പുറത്തുപോയി പണിയെടുക്കാതെ നന്നായിട്ട് തടിച്ചു കൊഴുത്ത് മെഴുക്കുമ്പം കിട്ടിയ അപ്പച്ചനും അമ്മച്ചിക്കും ലോറി വാനും ബോണ്ടാർമിനും മിറോയും എണ്ണാക്കി തള്ളി ഉറക്കിക്കിടത്തിയിട്ട് ഗ്രൂപ്പ് കോളുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പ് കോളിൽ കണ്ടവളുമാരെക്കുറിച്ചും അപരാധവും ആരോപണവും ചെറ്റത്തരവും പറഞ്ഞ് ഇവിടെ പുറത്ത് നടക്കുന്ന കുറേ തുത്തുരു പക്ഷികളുണ്ട്. ഒന്ന്, ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിലോട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നവരുണ്ടല്ലോ, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, അവരോട് പറയണം. അവരോട് എനിക്ക് ഫസ്റ്റ് പറയാം, ഇങ്ങോട്ട് കയറ്റി വിടുന്ന ഇപ്പം ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഞങ്ങളോട് സംസാരിക്കും. ഒരു കെയർ ഗീവർ എൻക്വയറി വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ ഫാമിലിയോട് സംസാരിക്കും. കാര്യം നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഇങ്ങോട്ട് കയറ്റി വിടുന്ന ഭാര്യ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് മുംബൈയിലെ കാര്യങ്ങൾ പ്രോസസ്സ് പൂർത്തിയാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് മാസാവസാനം ATM കൂത്തുന്ന പൈസയ്ക്ക് വേണ്ടി മാത്രമാവരുത്. അവരെവിടെ പോകുന്നു, എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, അത് ആരും ആയിക്കോട്ടെ, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, അവർ ഏതൊക്കെ ഗ്രൂപ്പുകളിലുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിലുണ്ട്, ഏതൊക്കെ പണമിടപാടുണ്ട്, ഏതൊക്കെ മറ്റേടത്ത് പോകുന്നു. മറ്റേടമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് ഞാൻ പറയാം. പക്ഷേ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എനിക്കിട്ട് ആരോപിക്കാൻ വരുന്നവർ ഒറ്റ കാര്യം മുന്നിൽ കണ്ടാൽ മതി. ഒറ്റ കാര്യം, നീതിമാനാണ് മാത്രമേ ഉണ്ടാക്കാൻ വരാവുള്ളൂ. കാര്യം അത്രത്തോളം സഹിച്ചു. ഇന്ന് രാവിലെ 6 പേരുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ 5 6 പേരുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ചിലർ തുത്തുരു പക്ഷിയാണെന്നും അഡ്മിൻ പാനലാണെന്നും എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ ബോധപൂർവ്വം ഞാൻ എടുത്തത് എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, ഇവരെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും അവരെന്നെ കോൺടാക്റ്റ് ചെയ്തു. അവരുമായിട്ട് സംസാരിച്ചു. ആ പോസ്റ്റ് ഇട്ട് എന്ന് പറയുന്ന ആളുമായിട്ട് ഞാൻ സംസാരിച്ചു. പോസ്റ്റ് ഇട്ട ആളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് വിചിത്രമായ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. ആ കുട്ടികളുടെ ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ പോസ്റ്റ് ഇട്ട ആളിൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ അഡ്വക്കേറ്റ് ആണെന്ന്. വിചിത്രമായ കാര്യം. ഓക്കെ, ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഒരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് തീർക്കാൻ നട്ടല്ലില്ലാത്തവർ എന്തിന് അവർ ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങളും വിചിത്രമാണ്. കാരണം ഇവിടെ കടന്നു വരുന്നവർ, ഇവരൊക്കെ കൊണ്ടുവന്നവരായിരിക്കാം, ഏജൻ്റ് ആയിരിക്കാം, ആരുമായിരിക്കാം, കടന്നു വന്നു കഴിയുമ്പോൾ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറും, വാട്സപ്പ് ഗ്രൂപ്പ്. പിന്നെ അമ്മച്ചിക്ക് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുത്ത് ഉറക്കി, അപ്പച്ചനെ അങ്ങോട്ട് ഉറക്കി കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് കോളാണ് അവർ. ഗ്രൂപ്പ് കോളിൽ പിന്നെ ആ സമയത്തായിരിക്കും ആരെങ്കിലും ഒരാളുടെ കെട്ടിയോൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ കെട്ടിയോൾ വിളിക്കുന്നത്, എടി എൻ്റെ കെട്ടിയോൾ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞാനത് കണക്ട് ചെയ്യാം, നമ്മളെല്ലാം ഒന്നല്ലേ, നമ്മളൊരു കുടുംബം പോലെയല്ലേ, അങ്ങനെ കെട്ടിയോനെ കണക്ട് ചെയ്യും, ഇപ്പറ വശത്ത് കെട്ടിയോളെയും കണക്ട് ചെയ്യും. അങ്ങനെ 6 പേരുടെ ഗ്രൂപ്പിനകത്തോട്ട് 6 പേരുടെ കെട്ടിയോളന്മാരോട് വന്നു കഴിയുമ്പോൾ വലിയ വിശാല ഗ്രൂപ്പാവും. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പിനെസ് പങ്കിടുന്നു, ഒരേപോലെ ഡ്രസ്സ് ഇടുന്നു, ഒരേപോലെ പോകുന്നു, വീട്ടിൽ വിളിച്ച് കയറ്റി ഇമാർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും ഒന്ന് ഫോട്ടോ ഉണ്ടാക്കാൻ അവസരം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നവർ പിന്നീട് വന്നു കഴിയുമ്പം അവരുടെ വീട്ടിൽ അവരുടെ മക്കൾ വരുന്നതിനോട് അതായത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും അവരുടെ മക്കൾ വരുന്നതിനോട് ഈ കെയർ ഗീവേഴ്സിന് പുച്ഛമാണ്. അവരെന്തിനാ ആഴ്ച വരുന്നത്? അവരെന്തിനാണ് വരുന്നത്? ഞാൻ അപ്പച്ചൻ്റെ കാര്യം നോക്കത്തുള്ളൂ, അമ്മച്ചിയുടെ കാര്യം നോക്കത്തുള്ളൂ, അവരുടെ പാത്രം കഴുകത്തുള്ളൂ, ഗസ്റ്റ് വരാൻ പാടില്ല പറയുക. നാട്ടിൽ വീടും ഒരു കോപ്പും ഇല്ലാത്തവരാ. നാട്ടിൽ ഒരു കോപ്പും ഇല്ലാത്തവർ ഇവിടെ വന്ന് AC-യും ഇവിടെ വന്ന് ഈ സുഖലോലുപതയും കാര്യങ്ങളും എല്ലാം കണ്ട് കേട്ട് സുഖിച്ച് കഴിയുമ്പോൾ അവരെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, എല്ലാവരെയും കുറിച്ചല്ല. കഷ്ടപ്പെട്ട് ഇവിടെ 4 ചുവരിനുള്ളിൽ കഷ്ടപ്പെട്ട് സമർപ്പണത്തോടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേര്. അവർക്ക് കൂടെ നാണക്കേടായിട്ടുള്ള ഇങ്ങനത്തെ നികൃഷ്ട ജന്മങ്ങൾ കുത്തിയിരുന്ന് പടച്ചു വിട്ട് തുത്തുരി പക്ഷിയും അല്ലാത്ത പക്ഷിയാക്കിയിട്ട് കുടുംബം കലക്കാറങ്ങുമ്പോൾ എൻ്റെ ഒന്നും ഒരു കുടുംബം കലങ്ങാൻ പോകത്തില്ല.
എൻ്റെ കുടുംബം കലങ്ങത്തുമില്ല. കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫാമിലിയായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടാണ്. എവിടെയെങ്കിലും ഒരു തുത്തിരി പക്ഷിയെ കിട്ടില്ല, ആ തുത്തിരി പക്ഷി എനിക്കിട്ട് വരെ ഉണ്ടാക്കിയതാണെന്ന് അറിയാനുള്ള ഒരു സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എൻ്റെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജിൻ്റെ പുറകെ പോയപ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നേ. ഞെട്ടിക്കുന്ന സത്യങ്ങൾ. 1 ലക്ഷം രൂപയ്ക്ക് 8 രൂപ പലിശയ്ക്ക് കൊടുക്കുന്ന ഈ കൊച്ചമ്മമാർ 1, 2, 3 മാസം പലിശ മുടങ്ങിയാൽ പിന്നെ അന്ന് വരെ പലിശ കൊടുത്തവരുടെ അപരാധം പറച്ചില്ല. കെട്ടിയോനെ വിളിച്ചു പറയുക, കെട്ടിയോളെ വിളിച്ചു പറയുക. ഇവിടെ 10 പേരുമായിട്ട് സൂചിച്ച് കിടക്കുകയാണ്. ഈ 10 പേരുമായിട്ട് സൂചിച്ച് കിടക്കാൻ അവസരം കൊടുത്ത ആരാണ്? ഈ 10 പേരുമായിട്ട് ഒരു വീട്ടിൽ ഉണ്ടാക്കാൻ അവസരം കൊടുത്ത ആരാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആഴ്ചയിൽ ഒരു നേരമെങ്കിലും ജീവിച്ചേട്ടാ കഞ്ഞി വെക്കാൻ ഒരു അവസരം കിട്ടിയാൽ മതി എന്ന് പറയുന്നവർ പിന്നീട് അവരുടെ വീട്ടിൽ സ്വന്തം മക്കൾ വരാൻ പോലും താല്പര്യമില്ല, ഇഷ്ടമില്ല. പക്ഷേ അവരുടെ കൂട്ടുകാരെ വിളിച്ച് സൽക്കരിക്കൽ, നാട്ടിലോട്ടിടൽ പരിപാടികൾ. അവസാനം 1, 2, 3, 4 മാസത്തെ പലിശ മുടങ്ങിക്കഴിഞ്ഞാൽ ആ പലിശ മുടങ്ങിക്കഴിഞ്ഞ ആളിനെതിരെ അപവാദം ആദ്യം വിളിച്ചു പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഗ്രൂപ്പ് കോളിലുള്ള കെട്ടിയോനോടായിരിക്കും. അത് ഒന്നാമത്തെ ടീം. പിന്നെ രണ്ടാമത്തത് വിസ കച്ചവടം നടത്തുന്നവർ. 1, 2 വിസ ഒരുത്തിന് കൂടുതൽ ഇറക്കിയാൽ അന്ന് അവൻ പെണ്ണുപിടിയൻ, ലമ്പടൻ, പിന്നെ കളിയോടങ്ങൾ, വള്ളത്തോളുകൾ, എഴുത്തച്ഛൻ, അവൻ്റെ അമ്മയുടെ തേങ്ങാക്കൊല. ഇതൊക്കെ കുറേ കണ്ടു. അതുകൊണ്ട് വിസ കച്ചവടങ്ങളിൽ ഒരുപാട് തുത്തിരി പക്ഷികളുണ്ട്. 2, ടൂറ്. ഇവിടെ എല്ലാവരും ടൂർ നടത്തുന്നവരുണ്ട്, ഞാൻ നടത്തുന്നില്ല. ഒരാൾ എക്സ്ട്രാ രീതിയിൽ വളരെ വെറൈറ്റി ആയിട്ട് ടൂർ നടത്തിയാൽ മറ്റേ ടീമുകൾ ഇവൻ മറ്റേതാണ്, മാടയാണ്, കോടയാണ്, ചെറ്റയാണ്, അലവലാതിയാണ് എന്ന് പറഞ്ഞ് അടുത്ത ട്രോള്. ഇനി ഇവിടെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ജെറുസലേം ഗ്രൂപ്പ്, ടെല്ലവീവ് ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഒരു പരിപാടി, ഓണപ്പരിപാടി, ഒരേ ഓണപ്പരിപാടിക്ക് വരുന്ന മാവേലിയാണ്, അതിൽ പങ്കെടുക്കുന്ന മലയാളിയാണ്. പക്ഷേ ജെറുസലേം അല്ലെങ്കിൽ ടെല്ലവീവ് അങ്ങ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അവിടെ പരിപാടി കൊടുത്താൽ ഇവിടെ ട്രോളും, ഇവിടെ പരിപാടി കൊടുത്താൽ അവിടെ ട്രോളും. അവിടെ ഒരാൾ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വെച്ചിട്ട്, ചിലപ്പോൾ കുണ്ടിയായിരിക്കാം, ചിലപ്പോൾ അണ്ടിയായിരിക്കാം, എടുത്തു വെച്ചിട്ട് അതിനെ അങ്ങോട്ട് പർവ്വതവൽക്കരിച്ചുകൊണ്ട് ട്രോള്. അങ്ങനെ കുറേ തുത്തുരി പക്ഷികൾ. ഇവിടെ നാണമില്ലേടെ, നിൻ്റെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ ഇവർക്കും ഉള്ളത്. അവരുടെ വീട്ടുകാർക്കും അവരുടെ ആൾക്കാർക്കും കുഴപ്പമില്ലാത്തൊരു കാര്യം എന്തിനാണ് നിങ്ങൾക്ക് ട്രോളായിട്ട് മാറുന്നത്? അത് അടുത്തത് വീട്ടിൽ കയറി സൽക്കരിക്കുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കയറ്റി സൽക്കരിച്ച് സൽക്കാരം കൂടിപ്പോയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പോലും കുക്ക് ചെയ്യേണ്ട, നിങ്ങൾ അമ്മച്ചിയുടെ ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് രണ്ട് ഫാമിലി, അതായത് അല്പന അർദ്ധരാത്രി കിട്ടിയപ്പം കുട പൊടിക്കുമെന്ന് പറഞ്ഞ പോലെ അവനോ അവൾക്കോ കുക്ക് ചെയ്യാൻ അവസരം കൊടുത്തപ്പോൾ അവരും അവളും കാണുന്നവർക്കെല്ലാം സൽക്കരിക്കാൻ അവസരം കൊടുത്തപ്പോൾ മക്കൾ പറഞ്ഞു നീ ഒരു ദിവസം കുക്ക് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ 2 അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീട്ടിൽ കയറ്റി ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. ആ ഭക്ഷണം അവസാനം കൊലച്ചോറായി മാറാതിരിക്കട്ടെ. അടുത്തത് ഊമക്കത്ത് തുത്തുരി പക്ഷി. ഈ പറയുന്ന വിസ കച്ചവടത്തിലോ ടൂറിലോ അല്ലെങ്കിൽ ഡാൻസിലോ അല്ലെങ്കിൽ ഒന്നിനുമില്ലാത്തവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഉന്നം നോക്കിയിരിക്കുന്നവർ, അവരിപ്പം ജിബിയോട് വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വ്ളോഗറോട് അല്ലെങ്കിൽ മറ്റൊരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ അവരിടയ്ക്കൂടെ ഒരു തുത്തുരി പക്ഷിയാവും. മനസ്സിലായോ? ഇതും നടക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഇവിടെ ജെറുസലേം ഭാഗത്തുള്ളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സജീവമായിട്ട് ഹല്ലേലൂയ സ്തോത്രവും പ്രൈസ് ദി ലോർഡും പറയുന്ന കുറച്ച് പേര്, അതിനകത്തോട്ട് കുറച്ച് പേരെ കുത്തിത്തിരികെ കയറ്റി ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും കൂടിയ സമയത്ത് വ്യക്തിപരമായി പരിചയപ്പെടും. ഒരു ഗ്രൂപ്പിലെ വ്യക്തിപരമായ പരിചയമാവും. ആ വ്യക്തിപരമായ പരിചയം ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ട് അതിൽ നിന്ന് ഒരു വേന്ദ്രൻ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് 20,000 തൊട്ട് 50,000 ഷെക്കൽ വരെ കടം മേടിച്ചു. സംഭവം എന്നാ? അവൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആളല്ലേ, അപ്പം ചതിക്കത്തില്ലെന്ന്. എടാ, കർത്താവിൻ്റെ കൂടെ ഇരുന്ന യൂദാസാ ഒറ്റിക്കൊടുത്തത്. ബൈബിള് വായിക്കുന്ന ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. പത്രോസാ തള്ളി പറഞ്ഞത്. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഭയങ്കര പ്രാർത്ഥനാ പരിചയം കാണിച്ച് ഒരു പാവപ്പെട്ട പെണ്ണിൽ നിന്ന് 20,000, 30,000, 50,000 ഷെക്കൽ കടം മേടിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ച് ഒരിക്കലും കൊടുക്കാത്ത അവസ്ഥ വന്ന സമയത്ത് ഈ റോൾ ചെയ്ത പൈസ ഈ പെൺകുട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ മാനസികമായിട്ട് തകർന്ന് ആശുപത്രി കിടക്കുന്നവരുണ്ട് എന്ന് ഈ മലയാളികൾക്കറിയാവോ? ഇവിടെ പെർഫെക്റ്റ് ചിട്ടി കാണിച്ച് ഒരു പരനായിൻ്റെ മക്കൾ 2 പേര് ഇവിടെ നിന്ന് മുങ്ങിയപ്പം ഇന്നും അത് കുടുംബത്തോട് പറയാൻ പറ്റാത്ത സങ്കടപ്പെട്ടിരിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ പണമിടപാടുകൾ കുടുംബം അറിഞ്ഞുകൊണ്ടാവട്ടെ. ഇവിടെ ഇങ്ങോട്ട് കയറ്റിവിടുന്ന എല്ലാ മണവണാഞ്ചന്മാരോടും മാന്യതയുള്ള ഹസ്ബൻഡുമാരോടും ഭാര്യമാരോടും പറയുകയാണ്, നാട്ടിലുള്ളവർ ഇവിടെ കിട്ടുന്ന ശമ്പളം 1,60,000 അല്ലെങ്കിൽ 50,000, 48,000 ആയിക്കോട്ടെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വർഷം എത്രയാണ് നിങ്ങളുടെ ഇൻകം എന്ന് നോക്കി അതാണോ ഇവിടെ നിന്ന് വരുന്നത്, അത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന്, എങ്ങനെ, എപ്പോൾ എന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പെടുത്തും. പിന്നെ വരുന്നത് കുടുംബകലകവും കുടുംബ ബഹളവുമായിരിക്കും. ഇങ്ങോട്ട് കയറി വരുന്നവരോട് തന്നെയാണ് ഇത് പറയുന്നത്. പിന്നീട്
ചിട്ടി, പലിശ, പലിശ മുങ്ങൽ, പിന്നെ അപവാദം. മനസ്സിലായോ? ചിട്ടി മുടങ്ങിയാൽ, പലിശ മുടങ്ങിയാൽ ഒക്കെ അപവാദങ്ങളുണ്ടാവും. പിന്നെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഊമക്കത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനൊരു 2ാം പാർട്ട് ഉണ്ടാവും. ഈ 2ാം പാർട്ടിൽ പിന്നീടുള്ളത് ട്രോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ട്രോളിൻ്റെ പുറകെ അന്വേഷിക്കും. ആർക്ക് വന്നു, ആർക്ക് വന്നു, ആർക്ക് വന്നു, ആർക്ക് വന്നു, അങ്ങനെ ഓരോരുത്തരിലേക്ക് എത്തും. അങ്ങനെ ഇപ്പം നമ്മൾ ചിലപ്പോൾ ഉദാഹരണമായിട്ട് ഇത് സാങ്കല്പിക പേരുകളാണ്. നിമ്മിയിലെത്തി. നിമ്മിയിൽ ചെന്ന് കഴിയുമ്പം വിഷ്ണു ചെന്ന് കഴിയുമ്പം പിന്നെ ബാബു ചെന്ന് കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ ചെല്ലും. ഈ പേരുകൾ സാങ്കല്പികം മാത്രമാണ്, എന്നോട് ക്ഷമിക്കുക. ഈ പേരുകൾ ആരും വിളിച്ചിട്ട് എന്നോട് പറയരുത്. പിന്നീട് അനിത ചെല്ലും, പിന്നീട് ടുണ്ടു ചെല്ലും, പിന്നീട് ഡൊണ്ടുവെ ചെല്ലും. അവസാനം മനു ചെന്ന് കഴിയുമ്പോഴാണ് പറയുന്നത്, അല്ലെങ്കിൽ മനു തങ്കമ്മ ചെന്ന് കഴിയുമ്പോഴാണ്, തങ്കമ്മ വിളിക്കുമ്പോഴാണ്, ചേട്ടാ ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അടങ്ങി ഒതുങ്ങി ജോലി ചെയ്ത് സാലറി വീട്ടിൽ അയച്ചു കൊടുത്ത് കൊന്തയും ചൊല്ലി ഞാനിരിക്കുന്ന ഒരാളാണെന്ന് പറയും. പിന്നെ അവരുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പം 25 ഗ്രൂപ്പാണ്. അതിനകത്ത് അപവാദ ഗ്രൂപ്പ്, ആരോപണ ഗ്രൂപ്പ്, അസൂയ ഗ്രൂപ്പ്, പ്രാർത്ഥനാ ഗ്രൂപ്പ്, ചിട്ടി ഗ്രൂപ്പ്, വട്ടി ഗ്രൂപ്പ്, പിന്നെ ഷെയർ ചെയ്യപ്പെടുന്നവരുടെ മെസ്സേജുകൾ മാത്രമുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ്. പിടിക്കപ്പെടുമ്പോൾ മാത്രം ചേട്ടാ ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല ചേട്ടാ, എന്നോട് ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ നീ അടങ്ങി ഒതുങ്ങി ജോലി ചെയ്ത് പൊക്കോ, സാലറിയൊക്കെ അയച്ച് പൊക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലും ഇല്ലയെന്ന്. പിന്നെ എന്തിനാണ് നാറികളെ കുത്തിയിരുന്ന് രാത്രിയുടെ യാമങ്ങളിൽ സ്വന്തം അപ്പച്ചനും അമ്മച്ചയ്ക്ക് ബോണ്ടാർ മിൻമിറ ലോറി വാൻ അണ്ണാക്കി കൊടുത്ത് ഉറക്കിയിട്ട് നീയൊക്കെ കൂടി ഗ്രൂപ്പ് കോൾ ചെയ്ത് കോൾമയിര് കൊള്ളുമ്പം സ്വന്തമായിട്ടിരുന്ന് ഉണ്ടാക്കിയാൽ പോരെ, ബാക്കിയുള്ളവൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ നീയൊക്കെ ട്രോളുന്ന പലരും കലാലയ രാഷ്ട്രീയവും പൊളിറ്റിക്സും യൂണിവേഴ്സിറ്റിയും പിന്നെ ഒരേപോലെ ഒരേ പാത്രത്തിൽ ഒരു പെണ്ണും ആണും ഒക്കെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കലാലയ രാഷ്ട്രീയത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം പങ്കിട്ട് കയറി വന്നവരാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് പെൺകുട്ടികളെ കാണുന്നവരല്ല, ആദ്യമായിട്ട് ഈ പറയുന്ന പെണ്ണെന്ന വർഗത്തെ കാണുന്നവരോ അല്ലെങ്കിൽ ആണെന്ന വർഗത്തെ കാണുന്നവരല്ല. അതുകൊണ്ട് ഇത് ഒരു സാമ്പിൾ ഡോസാണ്. ഇനി ഇതിൻ്റെ താഴെയോ ഇത് വെച്ചോ ആരെങ്കിലും ഉണ്ടാക്കാൻ വന്നാൽ അവരുടെ ചരിത്രം മൊത്തം ഞാനിടും. കാര്യം അത്രത്തോളം ഞാൻ സഹിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരു കുഞ്ഞിന് വാല്യൂ ഇല്ലെന്നോ, കുടുംബത്തിന് വാല്യൂ ഇല്ലെന്നോ? ഒരു കുടുംബം കഷ്ടപ്പെട്ട് പെടുത്തിയെടുക്കാൻ അതിൻ്റെ പിന്നിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോവുകയും ഒരുപാട് പഠിക്കുകയും ആ പഠിച്ചത് മുഴുവൻ എന്താണ് അതിൽ നിന്നും ഒരു നല്ലൊരു സാമ്പത്തിക സ്രോതസ് ഇല്ല എന്നറിഞ്ഞിട്ട് മനസ്സോടുകൂടി അതിനെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ജോലി തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ശരിയാണ്, ആരും പെർഫെക്റ്റ് അല്ല. ആരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക, ആരും എവിടെയും പോക്കുക, അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ തുത്തുരുപക്ഷി വന്നാൽ, തുത്തുരുപക്ഷിക്ക് നട്ടലുണ്ടെങ്കിൽ അത് തുത്തുരുപക്ഷി ആയിക്കോട്ടെ, കാട്ടറബി ആയിക്കോട്ടെ, ഏത് ആത്മാവും ആയിക്കോട്ടെ, എനിക്കെതിരെ വന്നാൽ വരുന്നത് ആക്യുറേറ്റ് തെളിവുമായിട്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പുറകെ ഞാനുണ്ടാവും. എനിക്ക് അതിനുള്ള സമയമുണ്ട്. അതിനർത്ഥം ഞാൻ ചൊറിയും കുത്തിയിരിക്കുന്നില്ല. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ ഓഫീസ് വർക്കുകൾ, കെയർ ഗിവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് വിസ പ്രോസസ്സുകൾ, അവരുടെ കാര്യങ്ങൾ, അതിൻ്റെ ഫോളോ അപ്പുകൾ, എൻ്റെ യൂട്യൂബ് അല്ലെങ്കിൽ നാട്ടിലുള്ള എൻ്റെ ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എയർ ടിക്കറ്റൊക്കെ ആയിട്ട് ഞാൻ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളല്ല. മനസ്സിലായി? ഇവിടെ ഗ്യാങ്ങും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കാനും പോകുന്നില്ല. നിൻ്റെയൊക്കെ വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ, നിൻ്റെയൊക്കെ വീട്ടിലൊരു കാര്യങ്ങൾ വന്നാൽ ഇവിടെ ആരും വന്ന് രക്ഷിക്കാനും പോകുന്നില്ല. ഇവിടെ ആരും വന്ന് ജയിലിൽ വന്ന് കാണാൻ പോകത്തില്ല. ഇവിടെ ആരും വന്ന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീയൊക്കെ കരഞ്ഞാൽ നിൻ്റെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നാൽ ആ കണ്ണീര് തുടയ്ക്കാൻ നിൻ്റെ വലം കൈയും ഇടം കൈയും മാത്രമേ ഉണ്ടാവൂ. അല്ലാതെ ഒരാളും ഉണ്ടാകത്തില്ല. ആരും ആരുടെയും നന്മ കണ്ടുകൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെ സൈബർ സെല്ലുകൾ ഏതൊക്കെ രീതിയിൽ പോയാലും ഇവിടെ ഇസ്രയേലിൽ സിമ്മുകൾ സുലഭമായതുകൊണ്ട് ട്രോളുകൾ ഇനിയും ഉണ്ടാകും. ഇനിയും ഒരുപാട് തുത്തുരിപ്പക്ഷികൾ ഇറങ്ങും. പക്ഷേ ഒരു തുത്തുരിപ്പക്ഷി സമ്മതിച്ചു കഴിഞ്ഞു. ആ കുട്ടിക്കെതിരെ ട്രോള് വന്നതിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്കെതിരെ ട്രോള് വന്നത് ഈ തുത്തുരിപ്പക്ഷികളാണെന്ന് മാത്രമേ പറഞ്ഞു വച്ചിട്ടുള്ളൂ. മറുവശത്തിൽ അവർക്ക് പറയാനുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ അവർ വന്ന് തുറന്നു പറയാൻ ശ്രമിച്ചാൽ, പറയാൻ ധൈര്യം വന്നാൽ അവർ പറയട്ടെ. അതുവരെ തുത്തുരിപ്പക്ഷികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.